അസ്സലാമു അലൈക്കും റമദാൻ കരീം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ നമുക്കിതിന് ആവശ്യമായിട്ടുള്ളൂ. ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അളവ് പറയുന്നതൊക്കെ 1 കപ്പ് പാലിനുള്ളതാണ്. കൂടുതൽ പാലെടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് എല്ലാത്തിൻ്റെ അളവ് വ്യത്യസ്തപ്പെടുത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൽ 1/4 ഭാഗത്തോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കപ്പ് പാലൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 1.5 പാക്കറ്റിൻ്റെ ബൂസ്റ്റ് എടുക്കുക കേട്ടോ. കുറച്ചവിടെ മാറ്റി വെക്കുന്നുണ്ട്, ഒന്ന് ഗാർണിഷൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ്. 1 കപ്പ് പാലിന് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് അളന്നിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മിക്സിയുടെ ജാറിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. അത് ഒരു 3 ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. അത് കുറച്ചൊരു കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. മധുരം ഇഷ്ടമുള്ളവർക്ക് ഇത് പാകമായിരിക്കും, അല്ലാത്തവർക്ക് 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. കാരണം ബൂസ്റ്റിൻ്റെ പൊടിയിൽ കുറച്ചൊരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ഇനി പാൽപ്പൊടി 1 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇത് മിക്സിയിൽ തന്നെ ചെയ്തെടുക്കണമെന്നില്ല. നമ്മൾ ഏത് പാനിലാണോ കുക്ക് ചെയ്യുന്നത് അതിലേക്ക് എണ്ണ എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് കട്ടകളൊക്കെ പോക്കി മിക്സ് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഗ്യാസിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് മിക്സിയുടെ ആവശ്യമില്ല. വിസ്ക് ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഒന്ന് അരിപ്പയിലൂടെ അരിച്ചിട്ടാണ് എടുക്കുന്നത്. നിർബന്ധമില്ല, ബൂസ്റ്റിൻ്റെ തരികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ പാനിലേക്കാണ് ഇടുന്നതെങ്കിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു പരുവാക്കി എടുത്താലും മതി. എല്ലാം നല്ലപോലെ കമ്പൈനായി കിട്ടണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ജലാറ്റിനോ ചൈന ഗ്രാസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇടാത്തതുകൊണ്ട് കോൺഫ്ലോർ ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. പക്ഷേ കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം അടുക്കി പിടിക്കാൻ വളരെ ചാൻസ് ഉണ്ട് ഇതിന്. അപ്പോൾ അതുകൊണ്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക കൈവിടാതെ. അപ്പോൾ ഞാൻ അതേപോലെ ഈ ഒരു പരുവൊക്കെ ഇപ്പോൾ ആയി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കട്ടിയായി വരുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി കുറുകി കിട്ടണം. അപ്പോൾ ഇതിൽ എനിക്കൊരു എന്താ പറയുക, നെഗറ്റീവായിട്ട് ഈ ഒരു പുഡിങ്ങിന് തോന്നിയത്, ഞാനിത് വേറെ യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തത്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട് കുറച്ച് മുന്നേ. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാണ്, സിമ്പിളാണെന്നുള്ളതിൽ. ഇത് തന്നെ ബൂസ്റ്റിൻ്റെ പുഡിങ് തന്നെ മുട്ട വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റീം ചെയ്തെടുക്കുന്നത്. അതും വേറെ രീതിയിലാണ്, പല രീതിയിലും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ചൈന ഗ്രാസ് ഇട്ടിട്ടും അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഒന്ന് ക്വാണ്ടിറ്റി വൈസ് ചൈന ഗ്രാസും ജലാറ്റിനൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതായിരിക്കും ബെറ്റർ. കാരണം 1 പാക്കറ്റ് പാലാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ കുറുക്കിയെടുക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിലേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവൊക്കെ ആയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് തിക്കാവണ്ട. ഇതിന് കുറച്ച് കുറവായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വലിയൊരു പാനാണ് എടുത്തത്. ഞാൻ പ്രതീക്ഷിച്ചത് കുറച്ച് അധികം ഉണ്ടാവുന്നതാണ്, പക്ഷേ ഇത് കുറുകി വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് ചെറിയ പാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിലേക്ക് ഒഴിച്ചത്. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് എല്ലാ സൈഡിലേക്കുമായിട്ട്. വളരെ തിന്നായിട്ടുള്ള ലെയറാണ്, അതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത്. ചൈന ഗ്രാസൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ പാൽ കുറുക്കി എടുക്കൊന്നുമില്ലല്ലോ, അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി നല്ല ക്വാണ്ടിറ്റി കിട്ടും. അപ്പോൾ അതും 1 പാക്ക് പാലിന് ബൂസ്റ്റ് കൂടെയൊക്കെ നമുക്ക് ഫ്ലേവർ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ചൈന ഗ്രാസ് ഒരു 5-6 ഗ്രാം എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ക്രീമി ടെക്സ്ചറിലാണ് ഈ ഒരു പുഡിങ് വരുന്നത്. ഇത് ചൂടാറി തണുപ്പിച്ചെടുത്താണ് ഒരു 3-4 മണിക്കൂർ. എന്നിട്ട് ബൂസ്റ്റിൻ്റെ പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി സൈഡൊക്കെ ഒന്ന് വിടിയിച്ചിട്ടുണ്ട്. അതാണ് അങ്ങനെ ഷേപ്പായി കിടക്കുന്നത്. പക്ഷേ അത് കിട്ടിയില്ല, ബട്ടറൊന്നും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടപ്പെടുന്ന ഒരു ന്യൂട്ടലയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ബൂസ്റ്റിൻ്റെ ഫ്ലേവറും ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടപ്പെടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രേവിങ്സ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊരു പുഡിംഗ് ഉണ്ടാക്കണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.